ഹായ് ഫ്രണ്ട്സ്, നമ്മളിനി പ്രോബ്ലം പാർട്ട് 4 ആണ് നോക്കുന്നത്. ഇൻവെൻട്രി മോഡൽസ് ഇൻ കേസ് 2, 3 ആൻഡ് 4. കേസ് 2 നമ്മൾ ഷോർട്ടേജസ് ഇൻക്ലൂഡ് ചെയ്തും ചെയ്യാതെയും ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. കേസ് 2, 3 ആൻഡ് 4. Let's take a question. Question number 41 in page number G31. A product is to be manufactured on a machine. The cost, production and demand etc. are as follows. The fixed cost per lot, that is equal to 30. That means ordering cost, that is equal to 30. Then variable cost per unit, that is equal to variable cost C is equal to 0.10. Then charges for insurance, taxes etc. That means holding cost, that is equal to 0.1 into 50%, that is equal to 0.05. And they provide production rate, that is 1 lakh unit per year, and demand rate 10,000 unit per year. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഷോർട്ടേജസ് ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കേസ് 2 ആണ് വരുന്നത്, ഷോർട്ടേജസ് ഇല്ല. ദെൻ പ്രൊഡക്ഷൻ റേറ്റ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേസ് 2ൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് പ്രൊഡക്ഷൻ റേറ്റിനെയും ഡിമാൻഡ് റേറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. Then question is find EOQ and what is the total annual inventory cost. EOQ, that is Q0, that is equal to root 2DCO divided by CH into P divided by P minus D. അതായത് സെക്കൻഡ് കേസിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് EOQ വിൽ ബി 3651. ദെൻ ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ്, അതായത് TIC സ്റ്റാർ ആണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2DCOCH ഇൻറ്റു P മൈനസ് D ഡിവൈഡഡ് ബൈ P ഹോൾ റൂട്ട്. അതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 164.3. that is EOQ is equal to 3651 and TIC star is equal to 164.3. Let's take another question. Question number 42 in the page number G31. That is case 3. Case 3 യൂസ് ചെയ്തിട്ടാണ്. കേസ് 3യിൽ നമുക്ക് വരുന്നത് ഷോർട്ടേജ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും, പ്രൊഡക്ഷൻ റേറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. വിത്ത് ഷോർട്ടേജ് കോസ്റ്റ് ആൻഡ് നോ പ്രൊഡക്ഷൻ റേറ്റ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 42. സപ്പോസ് ദാറ്റ് the demand for a product is 50 units per month. Demand for a product, that is 50 units per month. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എല്ലാതും പെർ മന്ത് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആനുവൽ ഡിമാൻഡിന് പകരം മന്ത്ലി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. D is equal to 50. And the setup cost each time a product run is made is rupees 10. That is setup cost, that is equal to ordering cost, that is equal to CO is equal to 10 rupees. The production cost is 2 rupees per item, that is C is equal to 2. The inventory holding cost is rupees 4 per item per month, and the shortage cost is 2 per month. അതായത് ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് അല്ല തന്നിരിക്കുന്നത്, ഡയറക്റ്റ് എമൗണ്ട് 4 rupees തന്നിട്ടുണ്ട്. CH is equal to 4 and CS equal to 2. Then determine how often to make production run. അതായത് എത്ര ആണ് നമ്മുടെ പ്രൊഡക്ഷൻ റണ്ണ് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് വാട്ട് സൈസ് ഇറ്റ് ഷുഡ് ബി. അതായത് പ്രൊഡക്ഷൻ്റെ റൺ, അതായത് എത്ര എണ്ണം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈമിനുള്ളിലാണ് പ്രൊഡക്ഷൻ റണ്ണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ആദ്യം EOQ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സൈസ് ഓഫ് പ്രൊഡക്ഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സൈസ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു EOQ, that is equal to 2DCO divided by CH root into root of CH plus CS divided by CS. അതായത് നമുക്ക് ഷോർട്ടേജ് കോസ്റ്റ് CS അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദി പ്രൊഡക്ഷൻ ഓർ EOQ that is equal to 27.35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വന്നിരിക്കുന്നത് ഹൗ ഓഫൺ ടു മേക്ക് എ പ്രൊഡക്ഷൻ റൺ. അതായത് ഒരു പ്രൊഡക്ഷൻ റണ്ണ് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊഡക്ഷൻ റണ്ണിലേക്ക് എത്ര ടൈം ആണ് നമുക്ക് എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് T സ്റ്റാർ ഈസ് ഈക്വൽ ടു Q സ്റ്റാർ ഡിവൈഡഡ് ബൈ D ആണ് വരുന്നത്. Q സ്റ്റാർ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 27.35 ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 months. അതായത് ഒരു ഹാഫ് മന്ത്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ റണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക.
Then അതിൽ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഷോർട്ടേജസ്. നമ്പർ ഓഫ് ഷോർട്ടേജസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്റ്റാർ മൈനസ് എസ് സ്റ്റാർ ആണ്. അപ്പോൾ എസ് സ്റ്റാർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എസ് സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്റ്റാർ ഇൻറ്റു സി എസ് ഡിവൈഡ് ബൈ സി എച്ച് പ്ലസ് സി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 27.35 ഇൻറ്റു 2/4 പ്ലസ് 2 that is equal to 9.12. Then number of shortages കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്യൂ സ്റ്റാർ മൈനസ് എസ് സ്റ്റാർ ആണ്. ക്യൂ സ്റ്റാർ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 27.35 ആൻഡ് എസ് സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9.12. അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഷോർട്ടേജസ് വിൽ ബി 18.2. Let's take another question number 44 in the page number G31. It is in the case 4. നാലാമത്തെ കേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എ കമ്പനി ഹാസ് എ ഡിമാൻഡ് ഓഫ് 12,000 യൂണിറ്റ്സ് പെർ ഇയർ ഫോർ ആൻ ഐറ്റം. 12,000 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ് റേറ്റ് തന്നിരിക്കുന്നത്. ഡിമാൻഡ് റേറ്റ് ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 12,000 യൂണിറ്റ്സ് പെർ ഇയർ ആണ് അവർ തന്നിരിക്കുന്നത്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് 2,000 സച്ച് ഐറ്റംസ് പെർ മന്ത്. അതായത് പ്രൊഡക്ഷൻ റേറ്റ് തന്നിട്ടുണ്ട് 2,000 സച്ച് ഐറ്റംസ് പെർ മന്ത് ആണ് 2,000 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 12 മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 24,000 ആണ് നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ കോസ്റ്റ് ഓഫ് വൺ സെറ്റപ്പ് ഈസ് 400. ദാറ്റ് ഈസ് ഓർഡറിംഗ് കോസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 400. ദെൻ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ മന്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.15. സി എച്ച് തന്നിരിക്കുന്നത് പെർ മന്ത് 0.15 ആണ്. 12 മന്ത്സിലേക്ക് കൺവേർഷൻ നടത്തണം. അപ്പോൾ ഇൻറ്റു 12 ചെയ്യുക. 1.8 ആണ് നമുക്ക് എന്ത് വരുന്നത് സി എച്ച് വരുന്നുണ്ടായിരിക്കുക. ദെൻ ഷോർട്ടേജ് കോസ്റ്റ് സി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20. Then the question is find the optimal lot size and the total cost per year assuming that the cost of one unit as ₹4. That is C is equal to 4. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒപ്റ്റിമം ലോട്ട് സൈസും അതുപോലെ ടോട്ടൽ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിലെ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഇതിൽ പ്രൊഡക്ഷൻ റേറ്റ് അവൈലബിൾ ആണ്, ഡിമാൻഡ് റേറ്റ് അവൈലബിൾ ആണ്, ഷോർട്ടേജ് കോസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കേസ് 4 ആണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റിമൽ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള അതായത് EOQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ദാറ്റ് വിൽ ബി 2DCO ഡിവൈഡഡ് ബൈ CH റൂട്ട് ഇൻറ്റു റൂട്ട് ഓഫ് P ഡിവൈഡഡ് ബൈ P മൈനസ് D ഇൻറ്റു റൂട്ട് ഓഫ് CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CS. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദ ഒപ്റ്റിമൽ ലോട്ട് സൈസ് വിൽ ബി 3409.27. ദെൻ നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു TIC സ്റ്റാർ പ്ലസ് C ഇൻറ്റു D. അപ്പോൾ ആദ്യം നമ്മൾ TIC സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യണം. TIC സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2DCOCH ഇൻറ്റു റൂട്ട് ഓഫ് P മൈനസ് D ഡിവൈഡഡ് ബൈ P ഇൻറ്റു റൂട്ട് ഓഫ് CS ഡിവൈഡഡ് ബൈ CH പ്ലസ് CS ആണ് വരുന്നത്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ TIC സ്റ്റാർ വിൽ ബി 2,814.77 ആൻഡ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി 2,814.77 പ്ലസ് C is 4 and D is 12,000 per year. That is equal to 50,814.77. Then total cost is equal to 50,814.77.